വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഇന്നലെ എൻ്റെ കൺസൾട്ടേഷന് വന്നിരുന്നു. അയാൾക്ക് പ്രമേഹം 2 കൊല്ലമായി പ്രമേഹം തുടങ്ങിയിട്ട് ആകെ പരിഭ്രാന്തിയിലായി, സങ്കടവും നിരാശയും. പലതരം മരുന്നുകൾ കഴിച്ചു നോക്കി, പച്ചമരുന്ന്, ആയുർവേദ മരുന്ന്, അലോപ്പതി മരുന്ന്, എല്ലാം പരാജയപ്പെട്ട് അലോപ്പതി മരുന്നിൽ തന്നെ ശരണം പ്രാപിച്ച് ആ മരുന്നുകൾ ഡോക്ടർ കൂട്ടിക്കൊണ്ടുവരികയാണ്. അങ്ങനെ ഒരു നിരാശയുടെ ആഴത്തിൽ നിന്നാണ് അയാൾ എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ അയാൾ ചോദിച്ചു, എന്ത് തരത്തിലുള്ള മരുന്നാണ് ഞങ്ങൾ നൽകുന്നതെന്ന്. ഞാൻ അയാളോട് പറഞ്ഞു, ഒരു മരുന്നുമില്ല സാറേ, മരുന്നില്ലാണ്ട് പ്രമേഹം മാറുമോ സാറേ? എടോ, മരുന്നിൽ മാറിയിട്ടുണ്ടോ എനിക്ക്? താൻ 2 കൊല്ലം എറണാകുളം ടൗൺ ഹാളിൽ വീണ്ടും നമ്മുടെ ഏകദിന പരിപാടി, കുഴഞ്ഞു വീണ് മരിക്കരുത്, മരുന്നുകൊണ്ട് മരിക്കരുത്, ആരും പറയാത്ത ആരോഗ്യ രഹസ്യങ്ങൾ പറയാം. 2024 മെയ് 23 വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക് തന്നെ തുടങ്ങും, രാത്രി 7 മണി വരെ തുടരും. രുചിയേറിയ പ്രകൃതി സദ്യ ഒരുക്കുന്നുണ്ട്. അതിന് ഒരു 200 രൂപ നിങ്ങൾ നൽകണം. പ്രവേശനം സൗജന്യമാണ്. സുഹൃത്തുക്കളുമായി വരിക. എല്ലാവർക്കും സ്വാഗതം. സാറേ, മരുന്നില്ലാണ്ട് പ്രമേഹം മാറുമോ സാറേ? എടോ, മരുന്നിൽ മാറിയിട്ടുണ്ടോ എനിക്ക്? താൻ 2 കൊല്ലമായില്ലേ മരുന്ന് കഴിക്കുന്നത്? മരുന്ന് കഴിച്ചിട്ട് മാറിയോ? ഇല്ല സാറേ, മരുന്ന് കഴിക്കുമ്പോൾ കുറയും, പിന്നെയും കൂടും, പിന്നെയും മരുന്ന് കഴിക്കണം. ഇപ്പോൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കൂടിക്കൊണ്ടിരിക്കുന്നു, മരുന്ന് കൂട്ടിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ മരുന്നുകൾക്ക് യാതൊരു ഫലവുമില്ല. നമുക്ക് വേണ്ട ഫലം തരാൻ മരുന്നുകൾക്ക് സാധിക്കുന്നില്ല എന്ന് വ്യക്തമല്ലേ? അപ്പോൾ എന്ത് ചെയ്യൂ എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, ഇവിടെ നിൽക്ക്, 2 ആഴ്ച നേച്ചർ ലൈഫിൻ്റെ ശാഖയിൽ നിൽക്കണം, നിന്ന് പ്രകൃതി രീതികൾ പഠിപ്പിച്ചു തരാം, അത് പോയി വീട്ടിൽ ചെയ്യണം, തുടരണം. അത് സാറേ, എൻ്റെ സുഹൃത്തുക്കളെല്ലാം പറയുന്നത് അത് വളരെ മെലിഞ്ഞു പോകും, ആരോഗ്യം ഉണ്ടാവില്ല, അവർ പട്ടിണിക്കിടും. അപ്പോൾ അതൊക്കെ വളരെ തെറ്റായൊരു കാര്യമാണ്. പ്രകൃതി രീതികൾ ചെയ്ത് തടി കൂടിയിട്ടുള്ളവരുണ്ട്. നിങ്ങൾ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കണം, ഏറ്റവും നല്ല പാനീയങ്ങൾ കുടിക്കണം, വ്യായാമം ചെയ്യണം, യോഗയെപ്പോലുള്ള വ്യായാമം, നീന്തലാവാം, നടപ്പാവാം. നിങ്ങൾക്ക് ആവശ്യമുള്ള യോജിച്ച പറ്റിയ വ്യായാമം ചെയ്യണം, ശരിയായി വിശ്രമിക്കണം, കിടന്നുറങ്ങണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഞങ്ങൾ പഠിപ്പിക്കുന്നുള്ളൂ. അതിലെങ്ങനെയാണ് നിങ്ങൾ അവശരാകുക? ഞങ്ങൾ ആരെയും പട്ടിണിക്കിടുന്നില്ല. 3 നേരത്തെ ഭക്ഷണം, 5 നേരം ജ്യൂസ്, നിങ്ങൾ വീട്ടിൽ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ജ്യൂസ്. ഇനിയും 1 നേരം കൂടെ ഭക്ഷണം വേണമെന്ന് താല്പര്യമുള്ളവരുണ്ട്. 4 നേരവും ഭക്ഷണം വേണമെന്ന് കരുതുന്ന അസിഡിറ്റി കൂടിയ ആളുകളുണ്ടാകും. അവർക്ക് അല്പം പഴങ്ങൾ വീണ്ടും കൊടുക്കും. അതുകൊണ്ട് പട്ടിണിക്കിട്ടുള്ളൊരു ചികിത്സയല്ല നേച്ചർ ലൈഫിൽ ഞങ്ങൾ ചെയ്യുന്നത്. അതേസമയം തടി ഒന്നായി കുറയാൻ വേണ്ടി വരുന്നവരുണ്ട്. അതിനുവേണ്ടി എന്ത് ബുദ്ധിമുട്ടും ചെയ്യാൻ, സഹിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജ്യൂസ് ഡയറ്റിൽ, വളരെ അപൂർവമായി വാട്ടർ ഫാസ്റ്റിങ്ങിൽ അനുവദിക്കാറുണ്ട്. അത് ഞങ്ങളുടെ ഒരു വിധിയല്ല, വരുന്നവരുടെ തെരഞ്ഞെടുപ്പാണ്. അതല്ലാതെ ആരെയും പട്ടിണിക്കിടുന്നില്ല. അപ്പോഴും അയാൾക്ക് സംശയം മാറുന്നില്ല. അയാളുടെ സുഹൃത്തുക്കൾ പറഞ്ഞു, ഇത് ശാസ്ത്രീയമല്ല. അത് ശാസ്ത്രീയമല്ല എന്ന് അവർക്കെങ്ങനെ പറയാൻ സാധിക്കും? അവരാരെങ്കിലും, തൻ്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഇവിടെ വരികയും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുകയും ചെയ്തിട്ടുണ്ടോ? അതില്ല.
അതില്ലാതെ പിന്നെ എങ്ങനെയാണ് അവർക്ക് ശാസ്ത്രീയമായി ഒരു അഭിപ്രായം പറയാൻ പറ്റുക? തൻ്റെ സുഹൃത്തുക്കൾ മാത്രമല്ല, പ്രകൃതി ജീവനത്തെയും പ്രകൃതി ചികിത്സയെയും എതിർക്കുന്ന അലോപ്പതി ഡോക്ടർമാരായാലും ശാസ്ത്ര അജ്ഞന്മാരായാലും ചില കുയുക്തിവാദികളായാലും ചില ശാസ്ത്ര സംഘടനക്കാരായാലും ഇവരാരും തന്നെ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുകയോ ബോധ്യപ്പെടാൻ കഴിയുന്ന രീതിയിൽ, ഒരഭിപ്രായം പറയാൻ കഴിയുന്ന രീതിയിൽ, വിലയിരുത്താൻ കഴിയുന്ന രീതിയിൽ നോക്കുകയോ ചെയ്തിട്ടുള്ളവരല്ല. പ്രകൃതി രീതി ചെയ്തു കഴിഞ്ഞു എന്ന് പറയുന്ന ചിലരെ കണ്ടിട്ടുണ്ടാകും. അതുകൊണ്ടൊരു നിഗമനത്തിലേക്ക് ചാടിയെത്തുകയാണ് അവർ. അല്ല എങ്കിൽ അവരുടെ കച്ചവട താല്പര്യങ്ങൾക്ക് പ്രകൃതി ജീവനം, പ്രകൃതി ചികിത്സ എതിരാണ് എന്നുള്ളത് കൊണ്ട്, അവരുടെ മരുന്ന് കച്ചവടം നടക്കില്ല എന്നുള്ളത് കൊണ്ട്, അവരുടെ റിസർച്ചുകൾ മുഴുവനും അബദ്ധ ജഡിലങ്ങളാണ് എന്ന് തെളിയുമെന്ന് ഭയക്കുന്നത് കൊണ്ട് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശാസ്ത്രീയമല്ല, ശാസ്ത്രീയമല്ല. ഞാൻ ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞു, നിങ്ങളിവിടെ കുറച്ച് ദിവസം താമസിക്കുക. ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ, ഞങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ശരിയല്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, ചെയ്തു നോക്കിയിട്ട് നന്നാകുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ, മോഡേൺ മെഡിക്കൽ സയൻസിന്, നമ്മുടെ ആശുപത്രിക്കാരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അലോപ്പതിക്കല്ല, മോഡേൺ മെഡിക്കൽ സയൻസ് ഉണ്ട്. മോഡേൺ മെഡിക്കൽ സയൻസ് ടെക്സ്റ്റ് ബുക്കുകളുണ്ട്. അതിലേറ്റവും ആധികാരികമായിട്ടുള്ളത് മാർട്ടിൻ ഡെയിൽ ദി കംപ്ലീറ്റ് ഡ്രഗ് റെഫറൻസ് എന്ന് പറയുന്ന റോയൽ ഫാർമസ്യൂട്ടിക്കൽ സൊസൈറ്റി ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ പ്രസിദ്ധീകരിക്കുന്ന ഒരു പുസ്തകമാണ്. ഇനി അതിൽ താഴെ നമ്മുടെ ഡോക്ടർമാരൊക്കെ പഠിക്കുന്ന, ലോകമൊട്ടാകെ പഠിക്കുന്ന 5000-ൽ താഴെ വിലയുള്ള ഡേവിഡ്സൺസ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് മെഡിസിൻ എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കുണ്ട്, പാർക്കുണ്ട്, പലതരത്തിലുള്ള ടെക്സ്റ്റ് ബുക്കുകളുണ്ട്. ഇതിലേതെങ്കിലും ഒരു മെഡിക്കൽ ടെക്സ്റ്റിന് എതിരായ ഒരു കാര്യം നേച്ചർ ലൈഫിൽ ചെയ്യുന്നു എന്ന് തനിക്ക് തോന്നിയാൽ അത് പറയണം, സമ്മതിച്ചു തരാം. മോഡേൺ മെഡിക്കൽ സയൻസിന് വിരുദ്ധമായ, മോഡേൺ മെഡിക്കൽ സയൻസിന് ചേരാത്ത ഒരു കാര്യവും നേച്ചർ ലൈഫ് ട്രീറ്റ്മെൻറ്റിൽ ഇല്ല. 100% ശാസ്ത്രത്തെ അംഗീകരിച്ചുകൊണ്ട്, ഉൾച്ചേർത്തുകൊണ്ട്, ശാസ്ത്രത്തിൻ്റെ അപ്പുറത്തേക്ക് നിൽക്കുന്ന ഒരു സമീപനമാണ് നേച്ചർ ലൈഫിനുള്ളത്. അത് നിങ്ങളുടെ ശരീരത്തെ മാത്രമല്ല നോക്കുന്നത്, നിങ്ങളുടെ മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു, മനസ്സിൻ്റെ പ്രവർത്തികൾ കൊണ്ട്, ചിന്തകൾ കൊണ്ട് ശരീരത്തിലെ ഹോർമോൺ ലെവലുകൾ എങ്ങനെ വ്യത്യാസപ്പെടുന്നു. അതുകൊണ്ട് മനസ്സിൻ്റെ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും നേച്ചർ ലൈഫിൻ്റെ സമീപനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ ശരീരത്തെ ദുഷിപ്പിക്കാൻ തെറ്റായ ആഹാരപാനീയങ്ങൾക്ക് കഴിയും, ദുശീലങ്ങൾക്ക് കഴിയും. പക്ഷേ അതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ ശരീരത്തെ നശിപ്പിക്കുന്നത് നിങ്ങളുടെ തെറ്റായ വികാര വിചാരങ്ങളാണ്, ചിന്താവിഷങ്ങളാണ്. അത് പലപ്പോഴും രോഗങ്ങളെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ മോഡേൺ മെഡിക്കൽ സയൻസിൽ ടെക്സ്റ്റ് ബുക്കുകളിൽ പറയാറില്ല. നിങ്ങൾക്ക് ആസ്തമയുണ്ടാകുന്നത് നിങ്ങളുടെ മനസ്സിലൊരു ഭയാശങ്ക, പേടി ഉണരുമ്പോഴാണ് എന്നുള്ളത് മോഡേൺ മെഡിക്കൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവാറില്ല. അതുകൂടെ ഞങ്ങൾ കാണുന്നുണ്ട്. ഇനി നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും, പ്രത്യേകിച്ച് നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ, നിങ്ങളുടെ ഉള്ളിലുള്ള പ്രാണന്റെ പ്രവർത്തനം, ജീവന്റെ പ്രവർത്തനം കേടുതീർക്കുക, അഴുക്കുകളെ നീക്കം ചെയ്യുക. അതുകൊണ്ടാണ് രാവിലെ എഴുന്നേറ്റാൽ ഉടനെ നല്ലൊരു മൂത്രം, നല്ല ശോധന,
രാത്രിയിലെ ഉറക്കത്തിൽ ഇതെല്ലാം ശേഖരിക്കുകയാണ്. ശരീരത്തിനുള്ളിൽ ഡെഡ് സെല്ലുണ്ടാകും, ചത്തുപോകുന്ന കോശങ്ങളുടെ ശവങ്ങളുണ്ടാകും. അതിനെയെല്ലാം പിടിച്ചുകൊണ്ടുവന്ന് നീക്കം ചെയ്യണം. നിങ്ങളുടെ ഉള്ളിലുള്ള ജീവന്റെ പ്രവർത്തനം പുതിയ കോശങ്ങളെ ഉണ്ടാക്കുക, പഴയ കോശങ്ങൾ, ചത്ത കോശങ്ങളെ നീക്കം ചെയ്യുക, ആഹാരത്തിൻ്റെ അവശിഷ്ടങ്ങളെ, ദഹനം കഴിഞ്ഞ അശുദ്ധവായുവിനെ, അശുദ്ധാഗ്നിയെ, ചാരത്തെ ഒക്കെ കൊണ്ടുവന്ന് മലമൂത്രാദികളായി കളയുക, കേടുകൾ തീർക്കുക എന്നുള്ളത് കൂടിയാണ്. അതും ജീവൻ എങ്ങനെയാണ് കേട് തീർക്കുന്നത് എന്നുള്ളത് മോഡേൺ മെഡിക്കൽ സയൻസ് ടെക്സ്റ്റ് ബുക്കുകളിൽ കാണാൻ സാധിക്കില്ല. ഏതൊരു രോഗവും നിങ്ങൾ തന്നെ ചെയ്യണം എന്ന രീതിയിലുള്ള ഒരു ധ്വനിയിലാണ് ഈ കൂട്ടുകച്ചവടത്തിന് വേണ്ടി മോഡേൺ മെഡിക്കൽ സയൻസ് ടെക്സ്റ്റുകൾ നിശബ്ദത പാലിച്ച് ചതിക്കുന്നത്. അവർ പറയുന്ന കാര്യങ്ങൾക്കൊന്നും പ്രകൃതി ജീവനത്തിൻ്റെ കാര്യങ്ങളിൽ എതിർപ്പില്ല. അതേസമയം അവർ പറയാതെ വച്ചിരിക്കുന്നത് കുറെ കൂടെ ചെയ്യുന്നുണ്ട്, അതും ഫലിക്കുന്നുണ്ട്. ശാസ്ത്രത്തിനെതിരല്ല. ഇത് നിങ്ങൾ തിരിച്ചറിയണം. അപ്പോൾ ആ ചെറുപ്പക്കാരൻ എന്നോട് ചോദിച്ചു, ഞാനിവിടെ 2 ആഴ്ച നിന്ന് കഴിഞ്ഞാൽ എൻ്റെ പ്രമേഹം മാറുമെന്ന് ഉറപ്പാണോ? ഉറപ്പ് തരാവോ? ഗ്യാരണ്ടി തരാവോ? ഞാനൊന്ന് ചിരിച്ചു. നിങ്ങളിപ്പോൾ 2 കൊല്ലമായില്ലേ ചികിത്സ നടത്തണേ? അതിലാരോടെങ്കിലും നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചോ? നിങ്ങളെ കൊണ്ട് സ്ഥിരമായി മരുന്ന് തീറ്റിക്കുന്ന അലോപ്പതി ഡോക്ടറോട് ചോദിച്ചോ, ഡോക്ടറെ, ഡോക്ടർ പറയുന്ന മരുന്ന് ഞാൻ കഴിക്കാം, ഉറപ്പ് തരുമോ? ഇല്ല. എന്തേ ചോദിക്കാതിരുന്നേ? ഈ മരുന്ന് വാങ്ങി, വില കൂടിയ മരുന്ന് വാങ്ങി കഴിക്കുന്നതിന് പകരം, കഴിച്ചു കൂടുതൽ മോശമാകുന്നതിന് പകരം നല്ല ഭക്ഷണം കഴിക്ക്, നന്നായി അധ്വാനിക്ക്, അല്ലെങ്കിൽ വ്യായാമം ചെയ്യ്, നന്നായി വിശ്രമിക്ക് എന്ന് പറയുന്ന എന്നോട് നിങ്ങൾ ഉറപ്പ് ചോദിക്കുന്നുണ്ട്. അത് ശരിയാണോ? അയാൾ നിശബ്ദനായി. ഞാൻ പറഞ്ഞു, മനുഷ്യ ശരീരത്തിന് ഉറപ്പ് കൊടുക്കുന്നത് ശരിയല്ല, കഴിയില്ല. ഒരു രോഗിക്കും രോഗം മാറ്റാമെന്ന് ഞങ്ങൾ ഉറപ്പ് കൊടുക്കില്ല. പക്ഷേ നിങ്ങൾ ചിട്ടകൾ പാലിച്ചാൽ, നിങ്ങൾ നല്ല ഭക്ഷണപാനീയങ്ങൾ കഴിച്ചാൽ, നിങ്ങളുടെ ജീവൻ, നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന പ്രാണൻ നിങ്ങളെ സുഖമാക്കിത്തരും. അത് ഉറപ്പാണ്. അതിനത് വയ്യാത്തൊരവസ്ഥയിൽ നശിഞ്ഞു പോയിട്ടുണ്ട് ശരീരമെങ്കിൽ മാത്രമേ ഗതികേടുള്ളൂ. നിങ്ങളെ കണ്ടിട്ട് അങ്ങനെ തോന്നണില്ല, ചെറുപ്പമല്ലേ, മാറിക്കിട്ടേണ്ടതാണ്. അതേസമയം പാൻക്രിയാസ് ചത്തുപോയി, ചില മരുന്നുകൾ കഴിച്ച് പാൻക്രിയാസിന് ടോട്ടൽ നെക്രോസിസ് വന്ന ലക്ഷണം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും പറയുകയല്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇൻസുലിൻ എടുക്കുക തന്നെ നിവൃത്തിയുണ്ടാവുള്ളൂ. വളരെ കൊച്ചു കുട്ടികൾക്ക് വരുന്ന പ്രമേഹം നേച്ചർ ലൈഫിൽ കുറച്ചേ മാറാറുള്ളൂ. മുതിർന്ന ആളുകളുടെ പ്രമേഹം 2 ആഴ്ച കൊണ്ട്, 1 മാസം കൊണ്ടൊക്കെ നന്നായി മാറി. പിന്നെ ആ ചിട്ട ഒരു കുറേ കാലം തുടർന്ന് പാൻക്രിയാസ് ശക്തിപ്പെട്ടു വന്നാൽ അവർക്ക് സുഖമായി ജീവിക്കാം, പ്രമേഹത്തെ മറക്കാം. പക്ഷേ ജന്മനാലുള്ള കൊച്ചു കുട്ടികൾക്ക് വരുന്ന പ്രമേഹം അത്രയേറെ പ്രതീക്ഷ നൽകുന്നില്ല. ഒന്ന്, കുട്ടികൾ ഈ ചിട്ട തുടരില്ല. പക്ഷെ ഞാൻ ഇയാളോട് പറഞ്ഞു, നിങ്ങളുടെ ലക്ഷണങ്ങൾ വെച്ച് നിങ്ങളുടെ പ്രമേഹം പ്രകൃതി രീതികൾ ചെയ്താൽ മാറിയിരിക്കും, എനിക്കുറപ്പാണ്. പക്ഷെ മനുഷ്യ ശരീരം, നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ ജീവിത രീതി, നിങ്ങളുടെ മനസ്സിൻ്റെ വികാര വിചാരങ്ങൾ, അതിൽ നിർണായകമായൊരു പങ്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ 2 ആഴ്ച താമസിച്ച് മുഴുവൻ മാറിയില്ല എന്ന് പറഞ്ഞാൽ എന്നെ അടിക്കരുത്. ഞാനൊരു കാര്യം കൂടെ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, നിങ്ങൾക്ക് മുമ്പ് ഇതേ അവസ്ഥയിൽ ചികിത്സയ്ക്ക് പോയ തലമുറകൾ 2-3 ഉണ്ടല്ലോ, അവർക്കെന്താണ് സംഭവിച്ചത്? കുഞ്ഞുനാളിലെ ചുമയ്ക്കും, ജലദോഷത്തിനും, പനിക്കും, കഫക്കെട്ടിനും, വേദനകൾക്കും ആശുപത്രികളിലേക്ക് പോയവരുണ്ട്, മരുന്ന് കഴിച്ചവരുണ്ട്. അവർക്കെന്താണ് സംഭവിച്ചത്?
നിങ്ങൾക്ക് സംഭവിച്ചതുപോലെ പ്രമേഹം പിടിച്ചോ? പ്രമേഹം പിടിച്ചിട്ട് പ്രമേഹത്തിന്റെ ചികിത്സയ്ക്ക് പോയ നിങ്ങൾക്ക് മുമ്പേ പോയ ആ തലമുറകൾക്ക് എന്താണ് സംഭവിച്ചത്? ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, എൻ്റെ അമ്മയ്ക്കും അച്ഛനും പ്രമേഹമുണ്ട്. അമ്മയ്ക്കാണ് ആദ്യം തുടങ്ങിയത്. അമ്മ ആസ്തമയ്ക്ക് മരുന്ന് കഴിക്കുമായിരുന്നു. അപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞു ആസ്തമയുടെ മരുന്നിൽ നിന്നാണ് പ്രമേഹം വന്നത്. അമ്മ പ്രമേഹത്തിന് മരുന്ന് കഴിച്ച് പിന്നെ പ്രഷർ കൂടി, അതിൻ്റെ മരുന്ന് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കൊളസ്ട്രോളിൻ്റെ മരുന്നുമുണ്ട്. അച്ഛനും പ്രമേഹമാണ് ആദ്യം തുടങ്ങിയത്. പിന്നെ പ്രഷറിൻ്റെ മരുന്നും കൊളസ്ട്രോളിൻ്റെ മരുന്നും ഹാർട്ടിൻ്റെ മരുന്നും കഴിക്കുന്നുണ്ട്. അതിന് മുമ്പുള്ള തലമുറയോ? അപ്പോൾ പറഞ്ഞു അപ്പൂപ്പൻ്റെ കാലുവിരൽ മുറിച്ചു, ഗാംഗ്രീനായി. പ്രമേഹത്തിനൊക്കെ മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. 10-20 കൊല്ലത്തോളം മരുന്ന് കഴിച്ചു. പിന്നെ പ്രഷറിനും കൊളസ്ട്രോളിനും കിഡ്നിയുടെ തകരാറിനും ഒക്കെ മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. കാലുവിരൽ മുറിച്ചു, പിന്നെ പാദം മുറിച്ചു. അങ്ങനെയാണ് അപ്പൂപ്പൻ മരിച്ചത്. ഈ ഗതി തന്നെയാണ്. ആശുപത്രികളിലേക്ക് പോയി ഓരോരോ ചെറിയ രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവർക്ക് 1-2 കൊല്ലം കഴിയുമ്പോൾ വലിയ രോഗം കിട്ടുന്നു. അപ്പോൾ അവർ കരുതുന്നില്ല ഈ ചെറിയ രോഗത്തിന് 2-3 കൊല്ലം മുമ്പ് പോയി കഴിച്ച മരുന്നുകളാണ് ഈ വലിയ രോഗം ഉണ്ടാക്കിയതെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. ഇവിടെ ചില ആളുകൾ പറയുന്നുണ്ട്, കുറേ നുണയുടെ വാക്പാപം എടുത്തവര് 10 ദിവസം കൊണ്ട് അതിൻ്റെ കുഴപ്പം വരും. 10 ദിവസം കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. ചതിയന്മാരാണ്, ചതിക്കുകയാണ്, വഴിതെറ്റിക്കുകയാണ്. നിങ്ങൾ ഇന്ന് കഴിക്കുന്ന ഒരു മരുന്ന്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ശരീരം ബയോളജിക്കലാണോ കെമിക്കലാണോ? ബയോളജിക്കലാണ്. ഓക്കെ, ശരീരത്തിന് വേണ്ട ആഹാരം അതുകൊണ്ട് ബയോളജിക്കലാവണോ കെമിക്കലായാൽ മതിയോ? ഇപ്പോൾ നമ്മൾ ചെടികൾക്കെല്ലാം വിളവ് കൂടാനായിട്ട് ഭക്ഷണം ഉണ്ടാക്കി തരാൻ വേണ്ടി രാസവളം ഫാക്ടം ഫോസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതങ്ങോട്ട് നേരെ തിന്നാൽ പോരെ? ഫാക്ടം ഫോസ് ചെടി വലിച്ചെടുത്ത് വീർത്ത കുമ്പളങ്ങയാക്കി തരുമെങ്കിൽ ആ കുമ്പളങ്ങ കഴിക്കുന്നതിന് പകരം ഫാക്ടം ഫോസ് കഴിച്ചാൽ പോരെ? ബയോളജിക്കലായ ഭക്ഷണം വേണോ കെമിക്കലായ ഭക്ഷണമാണോ? ബയോളജിക്കലായ ഭക്ഷണം വേണം. നിങ്ങൾ കഴിക്കുന്ന ഗുളിക, ഇപ്പോൾ പാരാസെറ്റമോൾ ആവട്ടെ, 3 തരം ക്യാൻസർ ഉണ്ടാക്കുന്നതാണ് പുതിയ പഠനം. ബ്ലഡ് ക്യാൻസർ, ബോൺ മാരോ ക്യാൻസർ, ലിംഫ് നോഡ് ക്യാൻസർ. ആ പാരാസെറ്റമോള് നന്നായി പൊടിച്ച് വെള്ളത്തിൽ ചാലിച്ച് കവിളിലൊക്കെ അങ്ങ് തേക്കുക. എന്ത് പറ്റും സാറേ? പൊള്ളിപ്പോവും. ഓഹോ, അപ്പോൾ അത് വയറ്റിലേക്ക് ഇട്ട വയറ് പൊള്ളൂല്ലേ? ചെറുക്കൻ്റെ കണ്ണ്. ഇപ്പോൾ മനുഷ്യൻ്റെ ഭക്ഷണം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കെമിക്കൽ ആകാമോ? ഇല്ല, ഓർഗാനിക് തന്നെ ആവണം, ബയോളജിക്കൽ തന്നെ ആവണം. ശരീരത്തിൻ്റെ കേട് തീർക്കാൻ ബയോളജിക്കലായ മെറ്റീരിയലാണോ വേണ്ടത്, കെമിക്കലാണോ ഇട്ട് കൊടുക്കേണ്ടത്? കെമിക്കലേ പോയിട്ട് എൻ്റെ കിഡ്നി നന്നാക്കിത്താ, കെമിക്കലേ എൻ്റെ കരൾ നന്നാക്കിത്താ, കെമിക്കലേ എൻ്റെ രക്തം ശുദ്ധീകരിച്ചതാ, അയൺ ടാബ്ലറ്റ് എൻ്റെ രക്തത്തിൻ്റെ ക്വാളിറ്റി കൂട്ടിത്താ. പക്ഷെ കരളിനെയും കിഡ്നിയെയും കൂടെ അയൺ ടാബ്ലറ്റ് കേടാക്കും. അതേസമയം മുരിങ്ങ ഇലയെ എൻ്റെ ബ്ലഡ് കൗണ്ട് കൂട്ടിത്താ, പപ്പായേ മാതള നാരങ്ങേ എൻ്റെ രക്തത്തിൻ്റെ അളവ് കൂട്ടിത്താ, നെല്ലിക്കേ എൻ്റെ രക്തത്തിൻ്റെ അളവ് കൂട്ടിത്താ, നന്നാക്കിത്താ, നല്ല രക്തം ഉണ്ടാക്കിത്താ. കഴിയും, ദോഷഫലങ്ങളില്ലാതെ നന്നാക്കി തരാൻ സാധിക്കും. അപ്പോൾ ശരീരത്തിൻ്റെ നിർമ്മിതിക്ക് രക്തമജ്ജ മാംസാദികൾ നന്നായിട്ടുണ്ടാക്കുന്നതിന് ആഹാരപാനീയങ്ങൾ, ബയോളജിക്കലായ ആഹാരപാനീയങ്ങൾ വേണം. കെമിക്കലായ ആഹാരപാനീയങ്ങളെ സസ്യങ്ങൾ രൂപാന്തരപ്പെടുത്തി തരണം. നേരിട്ട് കെമിക്കൽ തിന്നാൽ ശരിയാവില്ല.
ഓർഗാനിക് ഫോമിൽ വരണം. ശരീരം കെമിക്കലല്ലേ? സൂക്ഷ്മമായി പറഞ്ഞാൽ കെമിക്കലാണ്. സോഡിയം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, സിങ്ക് ഉണ്ട്, കോപ്പർ ഉണ്ട്, അങ്ങനെയുള്ള നിരവധി സാധനങ്ങളുണ്ട്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്, പലതരത്തിലുള്ള കെമിക്കലുകളുണ്ട്. പക്ഷെ ആ കെമിക്കൽ എടുത്ത് ഒഴിച്ചു കൊടുത്താൽ വയറ്റിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇല്ലേ? ഉണ്ട്. എന്നാൽ ഇത്തിരി കുടിച്ചോ, വിവരം അറിയും. അത് സസ്യങ്ങൾ വലിച്ചെടുത്ത് റാഡിഷിലൂടെ, ആപ്പിളിലൂടെ, മുന്തിരിയിലൂടെ, ചോറിലൂടെ, ഗോതമ്പിലൂടെ, മില്ലറ്റ്സിലൂടെ, അങ്ങനെയൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് വരണം. ഒരു പശുക്കുട്ടിക്ക് തീറ്റ കൊടുത്താലേ അത് വലുതാവുള്ളൂ. അത് ബയോളജിക്കലായ ഭക്ഷണം, അതിന് ചേരുന്ന ഭക്ഷണം, പുല്ലും വൈക്കോലും ഒക്കെ ഇട്ട് കൊടുക്കുക. അത് തിന്നത് മജ്ജമാംസാദികളുണ്ടാക്കും, രക്തമജ്ജമാംസാദികളുണ്ടാക്കും. അതിന് കുറെ കെമിക്കൽ ഇട്ട് കൊടുത്ത് അതിൻ്റെ ശരീരം നന്നാക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു അവയവം നന്നാക്കാൻ പറ്റുമോ? ശരീരത്തിൻ്റെ കേട് തീർക്കാൻ പറ്റുമോ? അവയവത്തിൻ്റെ കേട് തീർക്കാൻ പറ്റുമോ? ഇല്ല എന്നാ ചെറുപ്പക്കാരൻ സമ്മതിച്ചു. നിങ്ങളുടെ പാൻക്രിയാസ് കേടായി, അതുകൊണ്ട് ഇൻസുലിൻ വേണ്ടത്ര ഉണ്ടാക്കാൻ പറ്റാതെ വരുന്നു. അതിന് നിങ്ങൾ ഗുളിക ഇട്ട് കൊടുത്ത് പാൻക്രിയാസിനെ കൊണ്ട് കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നു. വയ്യാത്ത പാൻക്രിയാസിനെ കഷ്ടപ്പെടുത്തി പീഡിപ്പിച്ച് ദുരിതം അനുഭവിപ്പിച്ച് കൂടുതൽ പണിയെടുക്കാൻ നിർബന്ധിക്കുകയാണ്. ഇത് ബുദ്ധിയാണോ? നിങ്ങൾ കഴിക്കുന്ന ഗുളികകൾ പാൻക്രിയാസിനെ നന്നാക്കി തരുമായിരുന്നെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ഈ ഗുളികകൾ സ്ഥിരമായി കഴിക്കേണ്ടതായി വരില്ലായിരുന്നു. ഗുളിക നിർത്തുമ്പോൾ ഷുഗർ പിന്നെയും കൂടിപ്പോവില്ലായിരുന്നു. പാൻക്രിയാസ് ഒട്ടും നന്നാകുന്നുമില്ല, അത് കൂടുതൽ മോശമാകുന്നത് കൊണ്ടാണ് മരുന്നിൻ്റെ അളവ് കൂട്ടിക്കൊണ്ടുവരേണ്ടതും. ഒടുവിൽ പാൻക്രിയാസ് ഇനി പ്രവർത്തിക്കില്ല എന്ന് വിധി എഴുതിക്കൊണ്ട് നിരാശയിൽ പകരം പാൻക്രിയാസ് ഉണ്ടാക്കുന്ന ഇൻസുലിൻ പന്നിയുടെയും പശുവിൻ്റെയൊക്കെ എടുത്ത് കുത്തേണ്ടതായി വരുന്നത്. അതോടെ പാൻക്രിയാസിൻ്റെ കഥ കഴിഞ്ഞു. പിന്നെ പാൻക്രിയാസ് പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല, ശരീരത്തിന് അത് നന്നാക്കേണ്ട കാര്യമോ ഇല്ലാണ്ടായി. നിങ്ങൾക്ക് ഷുഗർ കുറയണം, അത് മാത്രമല്ലേ നിങ്ങളുടെ വിചാരമുള്ളൂ. അതിനുള്ള ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചികിത്സ അതിനാണ്. ഈ പാൻക്രിയാസ് നേരെയാകണമെന്നുള്ള ചിന്തയുണ്ടെങ്കിൽ ഈ പണി വേണോ? ഇനി അതും വേണ്ട. നിങ്ങൾ ഷുഗർ കുറയ്ക്കാനുള്ള മരുന്ന് കഴിക്കുന്നു, ഷുഗർ നിങ്ങൾ ഇട്ടും കൊടുക്കുന്നു. ഷുഗർ കൈകാര്യം ചെയ്യാൻ ശരീരത്തിന് കഴിയുന്നില്ല. അത് രക്തത്തിൽ തങ്ങിക്കിടക്കുന്നു, മൂത്രത്തിലൂടെ പോകുന്നു, കോശങ്ങൾക്ക് കിട്ടുന്നില്ല. ആകെക്കൂടെ ക്ഷീണം, തളർച്ച, പരവശം, മെലിയല്, ലൈംഗികമായ ബലക്ഷയം, കൈകാലുകൾ മരവിപ്പ്, കണ്ണിൻ്റെ കാഴ്ച കുറയല്, കിഡ്നിക്ക് കേട്. ഷുഗർ കുറയ്ക്കാനുള്ള മരുന്ന് ഇട്ട് കൊടുക്കുക. ഒരു വശത്തൂടെ നിങ്ങൾ ഷുഗർ ഇട്ട് കൊടുക്കുക, വേറൊരു വശത്തൂടെ ഷുഗർ കുറയ്ക്കാനുള്ള മരുന്ന് ഇട്ട് കൊടുക്കുക. മെഷീനൊന്നും നന്നാക്കാനുള്ള ശ്രമവും ഇല്ല. എന്നാൽ മെഷീന് കുഴപ്പമുണ്ട്, ഷുഗർ വേണ്ടത്ര കൈകാര്യം ചെയ്യാൻ പറ്റണില്ല. എന്നാൽ എൻ്റെ ഷുഗർ ഇട്ട് കൊടുക്കലൊന്ന് നിർത്തി നോക്കാം, ഒന്ന് കുറച്ചു നോക്കുകയെങ്കിലും ചെയ്യാം. ഈ വിവരം, ഈ കോമൺ സെൻസ് നിങ്ങൾക്ക് എന്നാ ഉണ്ടാവുക? അതല്ലേ ആദ്യം തുടങ്ങേണ്ടത്. ഷുഗർ കൈകാര്യം ചെയ്യാൻ ശരീരത്തിന് പ്രയാസം, അതുകൊണ്ട് ഞാൻ എൻ്റെ ഷുഗർ കുറയ്ക്കുന്നു. അല്ല എങ്കിൽ തേർഡ് റേറ്റ് ഷുഗറുകൾ ഇട്ട് കൊടുക്കുന്നതിന് പകരം ഫസ്റ്റ് ക്വാളിറ്റി ഷുഗർ മാത്രം ഞാൻ ഇട്ട് കൊടുക്കുന്നു. തേർഡ് റേറ്റഡ് ആയിട്ടുള്ള ഷുഗറുകളെല്ലാം നിർത്തുന്നു. ടോക്സിക് കാർബ്, വിഷമയമായ ഗ്ലൂക്കോസ്, വിഷമയമായ ഷുഗർ ഞാൻ ഒട്ടും കഴിക്കുന്നില്ല എന്ന് വയ്ക്കുന്നു. ഇങ്ങനെയുള്ള വിവേകമല്ലേ ശാസ്ത്രീയമായ സമീപനമാവേണ്ടത്? അതല്ലാതെ ഞാൻ പഞ്ചസാര തിന്നും, ബേക്കറി തിന്നും, മൈദ തിന്നും, തവിട് കളഞ്ഞ ചോറ് തിന്നും, ചോറ് തന്നെ കൂടുതൽ കൂമ്പാരം പോലെ തിന്നും, അങ്ങനെ 4-5 നേരം തിന്നും. അപ്പോൾ പറയും 4-5 നേരം തിന്നാറില്ല, പിന്നെ കാലത്ത് എന്തായിട്ട് തിന്നുക? കാലത്തെ ചോറല്ലേ തിന്നണേ? ഇല്ല സാറേ, ഞാൻ പുട്ടാണ് തിന്നണത്, അപ്പമാണ് തിന്നണത്. എടോ അതിൻ്റെ പൊടി എന്താണ്?
അരിപ്പൊടി. അപ്പം അത് ചോറല്ലേ, അരി തന്നെയല്ലേ തിന്നണത്. ഇങ്ങനെ ഒരു തീറ്റ എല്ലുമുറിയെ രാവിലെ തുടങ്ങി പാതിരാവിലെ എല്ലുമുറിയെ പണിയെടുത്തിരുന്ന നമ്മുടെ 50 കൊല്ലം മുമ്പുള്ള തലമുറ തിന്നിട്ടില്ല. ഇപ്പൊ പണിയൊട്ടെടുക്കത്തുമില്ല, AC യിൽ നിന്ന് ഇറങ്ങത്തില്ല, കുനിഞ്ഞ് കാലിലെ നഖത്തെ തൊടില്ല. തീറ്റയാണെങ്കിൽ 4-5 നേരം പണിയെടുക്കുന്ന കർഷകൻ തിന്നുന്നതിൻ്റെ 10 ഇരട്ടി തിന്നുകയും ചെയ്യും. അതും വറുത്തതും മൊരിച്ചതും മൈദ കുത്തി നിറച്ചതും. അങ്ങനെ ടോക്സിക് കാർബോഹൈഡ്രേറ്റ് കഴിച്ച് കാർബോ ടോക്സിസിറ്റി ഉണ്ടാക്കി അത് പരിഹരിക്കാൻ മരുന്ന് വേണോ? ഡോക്ടർ വേണം, ചികിത്സ ചെയ്യണം. അതാണ് കേട്ടോ ശാസ്ത്രീയമായ ചികിത്സ. അതാണ് ശാസ്ത്രീയമായ ചികിത്സ. 10 ദിവസമെങ്കിലും ചോറൊന്ന് നിർത്തി, ഷുഗറൊന്ന് നിർത്തി, പാൻക്രിയാസിനൊരു വിശ്രമം കൊടുത്ത് അത് പുനർജീവിക്കാൻ, പുനഃക്രമീകരിക്കാൻ അനുവദിക്കരുത്. അത് ശാസ്ത്രീയമായ സമീപനമല്ല കേട്ടോ. പ്രകൃതിക്ക് വന്ന് പച്ചക്കറികൾ കഴിക്കുന്നത്, നട്ട്സ് കഴിക്കുന്നത്, തേങ്ങ കഴിക്കുന്നത്, അവക്കാഡോ കഴിക്കുന്നത്, ആപ്പിൾ കഴിക്കുന്നത്, മുന്തിരി കഴിക്കുന്നത്, പതുക്കെ പതുക്കെ ഈന്തപ്പഴവും ചക്കപ്പഴവും മാമ്പഴവും ഒക്കെ പ്രമേഹ രോഗി കഴിച്ച് ഷുഗർ നേരെയാണ് എന്ന് കാണുന്നത്. നിങ്ങൾ വഴിമാറി സഞ്ചരിക്കുക, ഒന്ന് നോക്ക്. 15 ദിവസം നിങ്ങളുടെ മരുന്നുകൾ ഞങ്ങൾ വരുന്ന സമയത്ത് നിർത്തുന്നില്ല. നിങ്ങൾക്ക് പുരോഗമനം കിട്ടിയാൽ, നിങ്ങളുടെ പാൻക്രിയാസ് നന്നായി പ്രവർത്തിച്ചു വന്ന് പ്രമേഹം കുറഞ്ഞു തുടങ്ങിയാൽ മരുന്ന് പതുക്കെ കുറച്ച് നോക്കാം. എന്നിട്ട് ഷുഗർ പിന്നെയും പെട്ടെന്ന് കൂടുന്നുണ്ടോ, എത്ര കൂടുന്നുണ്ട്, എങ്ങനെ കൂടുന്നുണ്ട്, അങ്ങനെ നോക്കി നോക്കി. അതിനുവേണ്ടിയാണ് ഞങ്ങൾ നിങ്ങളെ 15 ദിവസം നേച്ചർ ലൈഫിൻ്റെ ശാഖകളിൽ നിർത്തുന്നത്. കേരളത്തിൽ തിരുവനന്തപുരത്ത് ഉറിയാക്കോട്, കട്ടാക്കടയ്ക്കടുത്ത്, വെള്ളനാടിനടുത്ത്, കായംകുളത്തിനടുത്ത്, വെട്ടിക്കോട് നാഗരാജക്ഷേത്രത്തിനടുത്ത്, ആലപ്പുഴയിൽ കൈനകരി മുണ്ടക്കൽ പാലത്തിനടുത്ത്, ആലുവയിൽ കടുങ്ങല്ലൂരിനടുത്ത്, ഏലൂക്കരയിൽ, തൃശ്ശൂരിൽ 2 നേച്ചർ ലൈഫ് കേന്ദ്രങ്ങളുണ്ട്. കോടന്നൂരിൽ പ്രകൃതി രമണീയമായ കോൾപ്പാടത്തിൻ്റെ സമീപത്ത്, പട്ടിക്കാട് മലയുടെ അടിവാരത്ത്, കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ അടുത്ത് 7 പ്രകൃതി ജീവനാലയങ്ങളുണ്ട്. ഒന്നവിടെ വന്ന് അവിടെ കിടക്കുന്നവരുമായി സംസാരിക്ക്, അവരുടെ അനുഭവങ്ങൾ കേൾക്ക്. നിരന്തരമായി 10-40 കൊല്ലം കഴിഞ്ഞില്ലേ ഞാനിത് പറയാൻ തുടങ്ങിയിട്ട്. 10 വർഷമായി രോഗങ്ങളില്ലാതെ ജീവിക്കുന്നവർ, 15 വർഷമായി, 20 വർഷമായി, എത്ര പേരെ കാണിച്ചു തരണം? ഒരു രോഗമില്ലാതെ ജീവിക്കുന്നവർ. ഞങ്ങളിൽ ആരും കുറേ നുണയെ പേടിച്ചില്ല, ഞങ്ങളിൽ ആരും വായക്കോണ്ടം കെട്ടി നടന്നില്ല, ഞങ്ങളിൽ ആരും സാനിറ്റൈസർ പുണ്യാഹത്തിൽ മുങ്ങിക്കുളിച്ചില്ല, കുറേ നുണയുടെ കെണിയിൽ വാക്പാപമെടുത്തില്ല, ഞങ്ങളിൽ ആരും കുഴഞ്ഞു വീണ് മരിച്ചിട്ടില്ല. കേരളത്തിൽ നേച്ചർ ലൈഫിൻ്റെ സമൂഹം, കുടുംബം വളരെ വിപുലമായൊരു കുടുംബം, അനുനിമിഷം വലുതായിക്കൊണ്ടിരിക്കുന്ന കുടുംബം. ഞങ്ങളിൽ ആരും കുഴഞ്ഞു വീണ് മരിച്ചിട്ടില്ല. ഞങ്ങളിൽ ആരും പെട്ടെന്ന് ഒരറ്റാക്കിൽ മരിച്ചു. ഞങ്ങളുടെ ജനാരോഗ്യ പ്രസ്ഥാനം പ്രവർത്തകരുണ്ട്, പെട്ടെന്ന് മരിച്ചു. ഞങ്ങൾക്കൊരു വാർത്ത അങ്ങനെ കേൾക്കേണ്ടി വരുന്നില്ല. നിങ്ങളൊന്ന് പഠിച്ചു നോക്ക്, പരീക്ഷിച്ചു നോക്ക്, അന്വേഷിച്ചു നോക്ക്. ആ ചെറുപ്പക്കാരനുമായി ദീർഘമായി ഞാൻ സംസാരിച്ചു. കുറച്ചുകൂടെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞു കൊടുത്തു. അയാൾ പറയാത്ത ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞപ്പോൾ അയാൾക്ക് കുറേയും കൂടെ വിശ്വാസമായി. ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങൾക്ക് മലബന്ധമുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് അങ്ങനെ മലബന്ധമില്ല. ഞാൻ പറഞ്ഞു, അങ്ങനെ ഇല്ല എന്ന് ഞാൻ സമ്മതിച്ചു തരാം, പിന്നെ എങ്ങനെയാണ് ഉള്ളത്? പോയാലും നിങ്ങൾക്ക് തൃപ്തിയാകുന്നില്ലല്ലോ. അത് ശരിയാ സാറേ, ദിവസവും എഴുന്നേറ്റ കാലത്തെ തന്നെ ശോധനയില്ലല്ലോ. സാറേ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാണ്. മലബന്ധമൊന്നുമില്ല. അങ്ങനെയല്ല, എഴുന്നേറ്റാൽ ഉടനെ വരണം. അയാളുടെ കണ്ണുകളും മുഖവും ഒന്ന് നോക്കിയിട്ട്
ഞാൻ പറഞ്ഞു പൈൽസിൻ്റെ ലക്ഷണം ഉണ്ടല്ലോ, ഞാനതാണല്ലോ കാണുന്നത്. സാറേ അത് ചെറുതായിട്ടുണ്ട്. എന്നാൽ പിന്നെ അതിനുള്ള ചികിത്സ ഇവിടെ ചെയ്താൽ മതി, ബാക്കിയെല്ലാം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട്. ആ ചെറുപ്പക്കാരൻ അടുത്ത ദിവസം വരാമെന്ന് പറഞ്ഞാണ് പോയിട്ടുള്ളത്. ഏത് രോഗമാകട്ടെ, ഞാൻ പ്രമേഹത്തിൻ്റെ എൻ്റെ മുന്നിൽ വന്നൊരു ചെറുക്കൻ്റെ അനുഭവം മുൻനിർത്തി പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്കുള്ള രോഗം ഏതുമാകട്ടെ, ആ രോഗത്തെ നിങ്ങൾ ചികിത്സിച്ച് നശിക്കരുത്. രോഗത്തെ നിങ്ങൾ ചികിത്സിച്ചാൽ ചികിത്സിച്ചുകൊണ്ടേയിരിക്കേണ്ടതായി വരും. ചികിത്സിക്കുന്ന ഡോക്ടർ സുഖമായി ജീവിക്കും, നന്നാകും, നിങ്ങൾ നശിക്കും. ആ രോഗത്തിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിച്ച് പരിഹരിച്ച് കാരണപരിഹാരം ചെയ്താൽ ഡോക്ടറുടെ ആവശ്യം ഒരു പ്രാവശ്യം മാത്രമേ നിങ്ങൾക്കുണ്ടാകൂ. അതുകൊണ്ടാണ് നേച്ചർ ലൈഫ് പറയുന്നത്, രോഗിയായി വരിക, ഡോക്ടറായി മടങ്ങുക. രോഗങ്ങളില്ലാത്ത ആനന്ദ ജീവിതത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ കുടുംബാംഗങ്ങളിലേക്ക്, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യണം. നേച്ചർ ലൈഫ് TV സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്ക് പുതിയൊരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കമൻറ്റുകൾ കൂടെ എഴുതണം. നന്ദി, നമസ്കാരം.